നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭക്തിയെക്കുറിച്ചാണ്. ഭക്തിയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. പറഞ്ഞാലും തീരാത്തതുകൊണ്ട് ഞാൻ ചെറിയ വീഡിയോയിൽ ഇത് ഒതുക്കുകയാണ്. ഭക്തി 3 തരത്തിലാണുള്ളത്. ഒന്ന് കച്ചവട ഭക്തി, ഒന്ന് യാചനാ ഭക്തി, മറ്റൊന്ന് സമർപ്പണ ഭക്തി. അപ്പോൾ ഈ 3 ഭക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ കച്ചവട ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്ത് പോയിച്ച് ഞാൻ പറയുകയാണ്, എനിക്ക് ഇന്ന കാര്യം സഹായിച്ചു തരണേ ദൈവമേ, ഞാൻ എനിക്ക് പകരം ഇന്നത് തന്നേക്കാം. എനിക്കൊരു കാര്യം സാധിച്ചു തരുവാണെങ്കിൽ ഈ ഒരു കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം, നമ്മളൊരു ഡീൽ ഉറപ്പിക്കുക ദൈവമായിട്ടുള്ളത്. അതാണ് കച്ചവട ഭക്തി. യാചനാഭക്തി എന്ന് പറഞ്ഞാൽ നമുക്കിടെ ഇല്ലായ്മകൾ എന്ന് പറഞ്ഞാൽ എനിക്കതില്ല, എനിക്ക് ഇതില്ല, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു അനുഭവം വന്നത്, എനിക്ക് മാത്രം ജോലിയില്ല, അല്ലെ എനിക്ക് മാത്രം വീടില്ല, എനിക്ക് മാത്രം കാറില്ല, എന്നോട് ദൈവം എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചോദിച്ച് നമ്മൾ എപ്പോഴും ആവലാതി മാത്രം ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് യാചനാഭക്തി. പിന്നെ സമർപ്പണ ഭക്തി എന്ന് പറയുന്നത് അത് നമ്മളെ തന്നെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ആ ശക്തിയിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് എനിക്ക് എന്ത് വന്നാലും, നന്മ വന്നാലും തിന്മ വന്നാലും അത് അവിടുത്തെ ഇഷ്ടം, എനിക്ക് എന്തും വന്നോട്ടെ അതെല്ലാം സഹിക്കാനുള്ളൊരു കരുത്ത് എനിക്ക് തരിക. ഇതാണ് ഞാൻ എല്ലാം അവിടെ സമർപ്പിക്കുന്നു, എല്ലാം ഞാൻ ദൈവത്തിൽ സമർപ്പിച്ച് ജീവിക്കുന്നു. അതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ യഥാർത്ഥ ഭക്തി നമുക്കുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാം. ആരെന്ത് പറഞ്ഞാലും നമ്മളെ അത് ബാധിക്കത്തില്ല യഥാർത്ഥ ഭക്തിയുള്ളവർക്ക്. ഈ ഭക്തി എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് എന്താണെന്നുള്ള ആദ്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ശക്തിയാണ് ദൈവം എന്ന് പറയുന്നത്. അല്ലാതെ അമ്പലങ്ങളിലോ പള്ളിയിലോ ഒന്നും പോയിരിക്കുന്നതല്ല. നമ്മുടെ ഉള്ളിലുള്ളൊരു ഉൾക്കരുത്തുണ്ട്, മനസ്സ്. അത് തളർന്നു പോയാൽ നമുക്കൊരിക്കലും എന്ത് സമ്പത്തുണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു സന്തോഷം കിട്ടത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ നമ്മളോട് ആരെന്ത് പറഞ്ഞാലും, നമ്മളെക്കുറിച്ച് കുറച്ച് ചീത്ത പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മളെ എത്ര രീതിയിൽ ഉപദ്രവിച്ചാലും നമുക്കതൊരു വിഷമമായിട്ട് തോന്നത്തില്ല. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചൊരു ഉറപ്പുണ്ട്, അല്ലെങ്കിൽ നമ്മളിലൊരു വിശ്വാസമുണ്ട്. ആരെങ്കിലും നമ്മൾ ജീവിതത്തിൽ എപ്പോഴും കാണുന്ന പരദൂഷണക്കാരെ, നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, നിങ്ങളെന്നാലും എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, അല്ലെ എന്നോട് അങ്ങനെ സംസാരിച്ചല്ലോ, ഇങ്ങനെ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരിക്കലും ദൈവമില്ല. അവരെ ഭരിക്കുന്ന അവർ മാത്രമാണ്. അവർ ഉള്ളിലുള്ള ആ ശക്തി ഉണർന്നു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ജപം, നമ്മുടെ ഓരോ ധ്യാനം, അതായത് നമുക്ക് ഒരു ദിവസം നമ്മുടെ സാധന ഇതൊക്കെ നമ്മൾ അതിനായിട്ട് മാറ്റിവെക്കുക, ദൈവത്തിനായിട്ട് നമ്മൾ മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ വർദ്ധിപ്പിക്കാനാണ് നമ്മളത് ചെയ്യുന്നത്. അത് ജപങ്ങളും അതുപോലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോകുന്നത് അല്ലെ പള്ളിയിൽ പോകുന്നത് അവിടെ പീസ്ഫുള്ളായിട്ടൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പം നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഏകാഗ്രമാകുന്നു. അതാണ് അതുകൊണ്ടുള്ള ഗുണം. അല്ലാതെ അവിടെ ദൈവം ഇരിക്കുന്നതെന്നും പറഞ്ഞാൽ അല്ല ആരും അമ്പലത്തിലോട്ടോ അല്ലെ പള്ളിയിലോട്ടോ പോകുന്നത്. നമ്മൾ അവിടെ ചെന്നിരുന്ന് നമ്മൾ കുറച്ച് ജപിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ശക്തി വർദ്ധിക്കുന്നു. പിന്നെ നമ്മൾക്ക് സംഭവിക്കുന്നതെല്ലാം നമ്മുടെ ഒരു യോഗമാണ്. അത് നമ്മളെ നേരത്തെ എഴുതപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് വിടുന്നത്. അല്ല ചുമ്മാ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്നതല്ല. അത് യോഗവും ഭാഗ്യവും രണ്ടും രണ്ടാണ്. നമുക്ക് യോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം തരുന്നതാണ്. നമ്മുടെ കർമ്മഫലങ്ങൾ നമുക്ക് നിശ്ചയിച്ച് നമുക്ക് കിട്ടേണ്ട കാര്യമാണ് യോഗം. അത് അനുഭവിക്കാൻ അതിനുള്ള ഗുണം കിട്ടുക എന്നുള്ളതാണ് ഭാഗ്യം. പക്ഷേ ഇതിപ്പം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇപ്പം യോഗം ഉണ്ടായിട്ട് നമുക്കൊരു നല്ലൊരു ജോലി കിട്ടി, പക്ഷെ നമുക്കത് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് എന്നും അസുഖങ്ങളാണ്, അല്ലെങ്കിൽ ആ ജോലി രാജിവെക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതെന്താണ്? നമുക്കത് ഭാഗ്യമില്ല. അത് അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്കില്ല. യോഗമുണ്ട് പക്ഷേ ഭാഗ്യമില്ല. ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ആസുരീക ശക്തിയുണ്ട്, ദൈവിക ശക്തിയുണ്ട്. ഇത് രണ്ടും നമ്മൾ എങ്ങനെ വളർത്തിയെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ആസുരീക ശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതിലും നമ്മൾ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ 2 പേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടാതെ വരിക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു എന്തെങ്കിലും കാര്യം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അല്ലെ എന്നെ പരിഗണിച്ചില്ല, ഇങ്ങനെയുള്ളത് നമുക്ക് ആവലാതി മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, അല്ലെ മറ്റുള്ളവരെന്ത് പറയുന്നു, അല്ലെ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അങ്ങനെ ചിന്തിക്കുന്ന ഒരു ആസുരിക ഭാവമാണ് അവരുടെ ഉള്ളിലുള്ളത്. അതേസമയം ദൈവിക ഭാവമാണെങ്കിലും ആരെന്ത് പറഞ്ഞോട്ടെ, എന്നിൽ വിശ്വാസമുണ്ട്, ആരെന്ത് കാണിച്ചോട്ടെ, ഞാൻ ചെയ്യേണ്ട കടമ ഞാൻ ചെയ്യണം. നമ്മളൊരു കാര്യം ഏറ്റെടുത്താൽ അത് നമ്മൾ ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവരല്ലേ അത് ചെയ്യുന്നില്ല. നമ്മളൊരു ജോലി സ്ഥലത്താണ് 2-3 പേര് ഇത് അലസരായിട്ട് ജോലി ചെയ്യാതിരിക്കുന്നത്, പിന്നെ നമ്മളെന്തിനു ചെയ്യുന്നു, അങ്ങനെ ഒരു ചിന്താഗതി വരാതെ അവരെന്തും ആയിക്കോട്ടെ, നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യുക.
മറ്റുള്ളവർ ചെയ്യാത്ത നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അത് അങ്ങനെയുള്ളതൊക്കെ ദൈവീകമായിട്ടൊരു ശക്തി നമ്മുടെ ഉള്ളിലുള്ളവർക്ക് മാത്രം അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവർ അത് ചെയ്യുന്നില്ല, ഞാനും അത് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിരിക്കും. അതാണ് നമ്മളൊരു കുടുംബത്തിൽ ചെന്നാൽ തന്നെ 2 മരുമക്കളുണ്ട്, ഒരു മരുമകൾ പറയും അവളൊന്നും ചെയ്യുന്നില്ല, പിന്നെ ഞാനെന്താ ചെയ്യുന്നുണ്ട്, അവളും മാറിയിരിക്കും. പക്ഷേ ഒരാൾ ചിന്തിക്കുക എൻ്റെ കടമയാണിത്, ഇതെൻ്റെ കുടുംബമാണ്, ഇതെല്ലാം ഞാൻ ചെയ്യേണ്ട ജോലിയാണ്. അവരെ മൈൻഡ് ചെയ്യുന്നേയില്ല. നമ്മൾ ചെയ്യേണ്ട കടമ നമ്മൾ ചെയ്യുന്നു. അതാണ് ആസുരികവും ദൈവികവുമായിട്ടുള്ളത്. നമ്മൾ ആസുര ശക്തി എത്രമാത്രം നമ്മൾ വളർത്തി എടുക്കുന്നു അതനുസരിച്ച് ദൈവീയ ശക്തി പോകും. ദൈവീയ ശക്തി നമ്മൾ വളർത്തുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് ആസുരിക ശക്തി മാറിപ്പോകും. അപ്പം അതിൽ നിന്നാണ് നമ്മൾ സത്സംഗങ്ങളും നല്ല കൂട്ടുകെട്ടുകളും എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം ഇതാണ്. നമ്മളെപ്പോഴും നെഗറ്റീവുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം കാണുന്നില്ല. സ്വന്തം കർമ്മത്തിൽ വിശ്വാസമില്ലാത്തവർ ഒരു ജോലി ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്ത ഒരു കർമ്മ, അല്ലെങ്കിൽ അവരത് ചെയ്യുന്നില്ല, ഞാനും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത്, ഇതൊക്കെ ആസുരികതയുടെ ലക്ഷണങ്ങളാണ്. ആരെന്ത് കാണിച്ചാലും എന്നെ ബാധിക്കുന്നില്ല, ഞാൻ ചെയ്യേണ്ട കർമ്മം ഞാൻ ചെയ്യും, എൻ്റെ ഉത്തരവാദിത്തമാണിത് എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു വഴിവിളക്കായിട്ട് നമ്മുടെ ഉള്ളിലെ ശക്തി ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതാണ് ദൈവം എന്ന് പറയുന്നത്. നമുക്ക് എന്ത് സംഭവിക്കണം എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ചിന്തയാണ്. ആ ചിന്ത നല്ലതാണെങ്കിൽ എപ്പോഴും നമുക്ക് നന്മ മാത്രമേ വരൂ. അപ്പം നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കാതിരിക്കുക, നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈ ബൈ, സീ യു. മറ്റൊരു വീഡിയോ കാണും.